ഇറാനുമേൽ ഇസ്രയേൽ നടത്തിയ അപ്രതീക്ഷിത നീക്കത്തിന് പുറകിൽ ആരാണെന്ന ചോദ്യത്തിന് ലോകം വിരൽ ചൂണ്ടുന്നത് അമേരിക്കയുടെ നേർക്കാണ്. ആണവ പദ്ധതികൾ ഉള്ളതിനാൽ തന്നെ ഇറാനെ തൊടാൻ മറ്റു രാജ്യങ്ങളെല്ലാം മടിക്കുന്ന സമയത്താണ് ഇസ്രയേൽ കൂളായിട്ട് തന്നെ ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത്. ഇരട്ട മുഖമുള്ള ട്രംപിനെ തുടക്കം മുതൽ തന്നെ ലോകം സംശയിച്ചിരുന്നു. ഇപ്പോഴിതാ ഇസ്രയേൽ ആക്രമണങ്ങളെ പ്രശംസിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുക കൂടി ചെയ്തതോടുകൂടി ചിത്രം കൂടുതൽ വ്യക്തമായിട്ടുണ്ട്. നടന്നത് മികച്ച ആക്രമണമായിരുന്നുവെന്നും ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ എന്നുമാണ് ട്രംപ് പറഞ്ഞത്. ട്രംപിന്റെ ഈ പ്രതികരണത്തിനെതിരെ പലരും പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട്. അതേസമയം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം തുടരുന്നതിനിടെ അമേരിക്ക ഒഴികെയുള്ള ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രയേലിനെ കൈവിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിന് ഗാസയോടുള്ള സമീപനത്തിൽ തന്നെ രാജ്യങ്ങളെല്ലാം എതിരായിരുന്നു. എന്നാൽ അതിനേക്കാൾ രൂക്ഷമായിട്ടാണ് ഇറാന് നേരെ നടക്കുന്ന ആക്രമണത്തിൽ രാജ്യങ്ങളുടെ പ്രതികരണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ യുദ്ധം കഴിയുമ്പോഴേക്ക് ഇസ്രയേൽ ഒറ്റപ്പെട്ടു പോവാനാണ് സാധ്യത കൂടുതൽ. ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രയേലിന്റെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ചൈന വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇറാനിലെയും ഇസ്രയേലിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇരു രാജ്യങ്ങളിലും താമസിക്കുന്ന പൗരന്മാർക്ക് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ചൈന അറിയിക്കുകയുണ്ടായി. മാത്രമല്ല ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തിൽ അതീവ ഉത്കണ്ഠയുണ്ടെന്നും ആക്രമണം ഇരു രാജ്യങ്ങൾക്കും പ്രയോജനം ചെയ്യുന്നില്ലെന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി സംഘർഷം കുറയ്ക്കണം. ഇറാന്റെ പരമാധികാരം, സുരക്ഷ, പ്രാദേശിക സമഗ്രത എന്നിവയ്ക്ക് മേലുള്ള ഏതൊരു കടന്നുകയറ്റത്തെയും ചൈന എതിർക്കുന്നു. സംഘർഷ സാഹചര്യം തണുപ്പിക്കാൻ ക്രിയാത്മക പങ്ക് വഹിക്കാൻ തയ്യാറാണെന്നും സംഘർഷങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് തങ്ങൾ എതിരാണെന്നും ചൈനീസ് വക്താവ് ലിൻ ജിയാൻ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. ഇറാന്റെ വ്യോമ കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും ഇന്ന് പുലർച്ചെയും ഇസ്രയേൽ ആക്രമണം നടത്തുകയുണ്ടായി. ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ ഇതുവരെ 78 പേർ കൊല്ലപ്പെട്ടുവെന്നും 320ഓളം പേർക്ക് പരിക്കേറ്റുവെന്നും ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ ഇറാന്റെ മണ്ണിൽ മൊസാദ് താവളമുണ്ടെന്നും ഇവിടെ നിന്നും ഇറാനെതിരായ ആക്രമണങ്ങൾ നടത്തുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുമുണ്ട്. ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആഗോള നേതാക്കളെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ എന്നിവരുമായി നെതന്യാഹു ഇതിനകം സംസാരിച്ചു എന്നാണ് വിവരം. ഇറാനെ ആക്രമിക്കാനിടയായ സാഹചര്യം ലോക നേതാക്കളെ ധരിപ്പിച്ചെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കുകയുണ്ടായി. ഇസ്രയേലും ഇറാനും സംയമനം പാലിക്കണമെന്നാവശ്യപ്പെട്ട് ഇമ്മാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലറും രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയെ അപലപിച്ച ഇരു രാജ്യങ്ങളും ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും അഭിപ്രായപ്പെടുകയുണ്ടായി. ഇരു രാജ്യങ്ങളും പിന്മാറണമെന്നും സംഘർഷം ഒഴിവാക്കണമെന്നും ബ്രിട്ടനും ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇത്രയും രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ നിൽക്കുമ്പോൾ ട്രംപിന്റെ കളികൾ കൂടുതൽ നടക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം സ്വന്തം നിലനിൽപ്പിനേക്കാൾ വലുതല്ല ഒരു സൗഹൃദവും എന്ന് ട്രംപ് വളരെ മുൻപ് തന്നെ തെളിയിച്ചതാണല്ലോ.